3 പതിറ്റാണ്ട് മുൻപ് ഗ്രൗണ്ടിലിറങ്ങിയ അതേ വാശിയിലും വീര്യത്തിലുമാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലെ മോർണിംഗ് സ്റ്റാർ ഫുട്ബോൾ കൂട്ടായ്മ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. ട്രിബ്ലിങ്ങും ടാക്ലിങ്ങും ഒക്കെയായി 35 വർഷത്തിനു ശേഷം പഴയ താരങ്ങൾ കളിക്കളം ഭരിച്ചപ്പോൾ മത്സരവും തീപാറി. കൂട്ടായ്മയിൽ പലരും ഇപ്പോഴും പ്രൊഫഷണൽ വെറ്ററൻസ് ടൂർണമെന്റുകളിൽ കളിക്കുന്നവരാണ്. സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് വയനാട്ടിലെയും തമിഴ്നാട്ടിലെയും മുൻ ഫുട്ബോൾ താരങ്ങൾ മത്സരിക്കാനിറങ്ങിയത്. പ്രായം തളർത്താത്ത ആവേശവുമായി തങ്ങളുടെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിക്കുന്ന മാസ്മരിക പ്രകടനമാണ് താരങ്ങൾ മൈതാനത്ത് കാഴ്ചവെച്ചത്. എതിരാളികളെ മനോഹരമായി ഡ്രിബിൾ ചെയ്തും ടാക്കിൾ ചെയ്തും അവർ മുന്നേറിയപ്പോൾ ഗാലറിയിൽ വീണ്ടും പഴയ ആരവങ്ങൾ ഉയർന്നു. നമ്മൾ 40 കൊല്ലമായിട്ട് സർവജന ഹൈസ്കൂളിൽ രാവിലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. 10-60ഓളം പ്ലേയേഴ്സ് ഉണ്ട്. കുറേ പേര് ഗൾഫിലും അവിടെ എടുക്കുന്നുണ്ട്. ഞാൻ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴീ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നിട്ട് നമ്മൾ ഇന്ന് രാവിലെ വീണ്ടും ഒന്ന് കൂടാൻ തീരുമാനിച്ചു. മോർണിംഗ് സ്റ്റാർ കൂട്ടായ്മയിൽ നിന്നുള്ള മുൻ താരങ്ങളായിരുന്നു ബൂട്ടണിഞ്ഞെത്തിയവരിൽ ഏറെയും. സർവജന സ്കൂൾ ഗ്രൗണ്ടിൽ വർഷങ്ങളായി കാൽപന്ത് കളിയിൽ ആവേശം നിറച്ചവരുടെ മത്സരം കാണാൻ പുതിയ തലമുറകളിൽ നിന്നുള്ള താരങ്ങളും എത്തിയിരുന്നു. ഞങ്ങളൊക്കെ 40 വർഷം മുമ്പ് കളിച്ച ആളുകളൊക്കെ വീണ്ടും ഒരുമിച്ച് രാവിലെ കളിക്കാനിറങ്ങുന്ന ഒരു ഉത്സാഹഭരിതമായ സംവിധാനം, പുതിയ തലമുറയുടെ ഒപ്പം കളിക്കാനുള്ള ഒരു സാഹചര്യം, അതൊക്കെ വരുമ്പോൾ വല്ലാത്തൊരു ഇൻസ്പിറേഷനും അതിൽ ഉപരിയായിട്ട് വലിയൊരു വൈബുമാണ് ഉണ്ടാകുന്നത്. പുതിയ കാലഘട്ടത്തിൽ കളിക്കാൻ കഴിയുന്നത് വലിയ അനുഗ്രഹമായി കാണുകയാണ്. സന്തോഷ് ട്രോഫി താരമായിരുന്ന ഹൈറുദ്ദീൻ, KCB താരമായിരുന്ന ഉമർ അലി, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയും ഫുട്ബോൾ താരവുമായ ബിനോ, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയും KCA സെലക്ടറുമായ നാസർ മച്ചാൻ, കേരള ജൂനിയർ താരങ്ങളായിരുന്ന മിനോഷ്, നിയാദ്, ഷറഫു തുടങ്ങിയവർ പങ്കെടുത്തു. വാശിയേറിയ മത്സരത്തിന് ശേഷം മൈതാനത്ത് താരങ്ങളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി. ന്യൂസ് മലയാളം, വയനാട്.